ഞാനും എന്തൊക്കെയോ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ശകലം പോലും ഇത്തിരി പോലും മുടിയിൽ വ്യത്യാസം കൊണ്ടുവരാനേ കഴിയണില്ല. മുടി വളരുന്നതേ ഇല്ല. മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതേ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു നാടൻ ഹെയർ പാക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ഒരു 3-4 തവണ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നല്ലൊരു ചേഞ്ചസ് കാണാൻ കഴിയും. ഇത് കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വരെ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ വളരെ നല്ലതാണ്. നമ്മുടെ മുടിയുടെ ടോട്ടലി ഉള്ള ഹെൽത്തിന് അടിപൊളിയാണ് ഈ ഒരു നാടൻ ഹെയർ പാക്ക്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ചെമ്പരത്തി തന്നെയാണ്. നാടൻ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇല്ലാത്ത ഒരു കളിയേ ഇല്ല. അപ്പോൾ ചെമ്പരത്തി പൂവും ഇലയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്താലും മതി കേട്ടോ. പൂ വാടിയതാണെങ്കിലും കുഴപ്പമില്ല, എടുത്തോളൂ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു കൈപ്പിടി നിറച്ചും നമ്മുടെ തുളസിയാണ് കേട്ടോ. തുളസിയിൽ 99% ഓഫ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുളസിയുടെ ചാറുണ്ടല്ലോ, അത് നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുന്ന സമയം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ എന്തൊക്കെ തന്നെ ഇറിറ്റേഷൻസ് ഉണ്ട്, ഇച്ചിനെസ് ഉണ്ട്, ചൊറിച്ചിലുണ്ട്, ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ഫുള്ളായിട്ട് ഇല്ലാതാക്കി നമ്മുടെ സ്കാൽപ്പിനെ നല്ലപോലെ ഹെൽത്തി ആയിട്ട് ക്ലീൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ തുളസി അടിപൊളിയാണ്. പേനിൻ്റെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിലും തുളസി സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുളസി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ നീം ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല, അതും എടുക്കാം. രണ്ടിനും സെയിം ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇന്ന് ഞാൻ തുളസി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം അലോവേരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് നിങ്ങൾ ചെയ്തിരുന്നാലും മതി. എന്തായാലും ചെമ്പരത്തിയും കറിവേപ്പിലയും ഒന്നും നമുക്ക് കിട്ടാതിരിക്കില്ല. അതൊക്കെ നമ്മുടെ കയ്യിൽ എന്നും ഉള്ളതാണല്ലോ, ഈ പറഞ്ഞതുപോലെ തുളസിയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തണ്ട് അലോവേരയും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ നല്ല മഷി മാതിരി പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത ഈ ഒരു പാക്ക് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. നമ്മുടെ പാക്ക് കാണാൻ നല്ലൊരു കുഴമ്പായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലോട്ട് വേറൊരു സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കയ്യോന്നി, നമ്മുടെ ഭൃംഗരാജ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇലയായിട്ട് കിട്ടാനില്ല, പൗഡർ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൗഡർ ഇല്ല, അതല്ലെങ്കിൽ ഇലയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഉള്ളത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തു. നിങ്ങൾക്ക് ഇലയായിട്ടാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് നമ്മൾ നേരത്തെ അരച്ച കൂട്ടത്തിൽ ഒരു പിടി കണക്കിന് ഒരു കൈപ്പിടി നിറച്ചു കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് തേക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ എടുത്ത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇത് ഉപയോഗിക്കേണ്ട. കുറച്ച് ഒരു ശകലം എണ്ണയെടുത്ത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടി വേര് മുതൽ മുടിയുടെ അറ്റം വരയ്ക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ നമ്മൾ ഫുള്ളായിട്ട് മുടി കെട്ട് ചെയ്ത് കവർ ചെയ്ത് വെക്കുക. അരമണിക്കൂറിന് ശേഷം നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ നല്ല വൃത്തിക്ക് മുടി കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല. ഷാമ്പൂ ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്ക് ഇടുമ്പോൾ. ഓൾറെഡി ഇതിൽ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ വൃത്തിക്ക് മുടി കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ കാണാൻ കഴിയും കേട്ടോ. നിങ്ങളുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് മുടി വേര് മുതൽ തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്കാണ്. ഇപ്പം നിങ്ങൾ മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ചേച്ചി എൻ്റെ കുട്ടിക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെമഡി ഉണ്ടോ? മോൾക്കാണെന്നുണ്ടെങ്കിൽ 5 വയസ്സേ ആയിട്ടുള്ളൂ, 7 വയസ്സേ ആയിട്ടുള്ളൂ, 10 വയസ്സേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഇത് നിങ്ങളുടെ മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് തുളസി ചേർക്കുക. അത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ നല്ലതാണ് തുളസി നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത്, ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് നിങ്ങളുടെ മക്കൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ ടോട്ടലി ഉള്ള ഹെൽത്തിന്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ. ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.